ഹലോ മൈ ഡിയർ സ്റ്റാർ സോൾ ആത്മ നമസ്തേ. വെൽക്കം ടു സമാരാധ്യ കോസ്മിക് ഇൻസൈറ്റ്സ്. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ശരിയായിട്ട് പോകുന്നത് പോലെ തോന്നും. അപ്പോഴും അവസാനം എന്തോ ഒരു തടസ്സം, എന്തോ ഒരു നെഗറ്റീവ് എനർജി, മനസ്സിലാകാത്ത ചില തടസ്സങ്ങൾ, ചില ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നാം. അതെല്ലാം ദൃഷ്ടിദോഷമാണ്, അല്ലെങ്കിൽ ഈവിളൈ ആണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയയാണ്, ജലസി എനർജിയാണ് എന്ന് പറയുന്നില്ല. പക്ഷേ അതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ അത്തരമൊരു എനർജി നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും 100% മാച്ച് ആവണം എന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കാം. ഇത് രണ്ട് കാർഡാണ്, പൈൽ 1, പൈൽ 2. നിങ്ങൾ ഒന്ന് പ്രയർഫുൾ ആയിട്ടിരുന്നതിന് ശേഷം 1 ആണോ 2 ആണോ എന്ന് യൂണിവേഴ്സിനോടൊരു ഗൈഡൻസ് ചോദിക്കുക. തീരുമാനിച്ചതിന് ശേഷം നമുക്ക് തുടരാം. ഒരു എനർജി കണക്ഷൻ ആവശ്യമുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് കേൾക്കാം. പൈൽ 1 സെലക്ട് ചെയ്തവർക്ക് 6 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. വളരെ ചെറിയ രീതിയിൽ ഉള്ളൊരു ഈവിളായി മാത്രമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളെ അത് ദോഷകരമായിട്ടൊന്നും ബാധിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു ചെറിയ അസൂയ അത്ര മാത്രമേ ഉള്ളൂ. അത് പഴയ ബന്ധങ്ങൾ, അതായത് നിങ്ങളുടെ ഒരു പഴയ സുഹൃത്താകാം, ഒരു റിലേറ്റീവ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട്, പഴയ ആൾക്കാർ, അങ്ങനെ ആരോ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം എവിടെ എത്തി നിൽക്കുന്നു, നിങ്ങളുടെ ഉയർച്ച താഴ്ചകളൊക്കെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. പഴയകാല ഓർമ്മകൾ പ്ലസ് ഒരു അസൂയയോട് കൂടിയ ഒരു എനർജി, അതുമാത്രമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ദോഷകരമായിട്ടുള്ള ഒന്നുമില്ല. നിങ്ങളുടെ ജീവിതം എത്ര മുന്നേറി എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിന്ന് വരുന്ന ഒരു അസൂയ മാത്രമാണ് അവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ പൈൽ 2 എടുത്തവർക്ക് ക്വീൻ ഓഫ് വാൻസ് ആണ്. ഇവിടെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ജലസി അല്ലെങ്കിൽ ഈവിളായി കാണുന്നുണ്ട്. കാരണം നിങ്ങൾ നാച്ചുറലി സ്വതവേ അട്രാക്റ്റീവായിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അസൂയ കുറച്ച് കൂടുതലായിരിക്കാം മറ്റാൾക്കാർക്ക്. അത് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ സോഷ്യൽ സർക്കിളിലോ ബന്ധുക്കൾക്കോ ഒക്കെ നിങ്ങളോട് ചില അസൂയകൾ, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ചില പെട്ടെന്നുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് അകാരണമായിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം താഴേക്ക് പോകുന്ന ഒരു എനർജി പോലെ നിങ്ങൾക്ക് തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ്സ് കേൾക്കാം. അതൊക്കെ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ജലസി എനർജി കാരണമാണ്. അത് അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആ ജലസി എനർജി നിങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള പദ്ധതികൾ അധികമായിട്ട് ഷെയർ ചെയ്യേണ്ട എന്നുള്ളതാണ്. ഹനുമാൻ അല്ലെങ്കിൽ ദേവിയുടെയൊക്കെ പ്രൊട്ടക്ഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള എനർജി ഡ്രോപ്പ് ഉണ്ടാകുന്ന എന്ന് തോന്നുമ്പോൾ കല്ലുപ്പിട്ട് കുളിക്കുക എന്നുള്ളതും ഒരു ഓപ്ഷനാണ്, ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും അറിയിക്കുക. എല്ലാ പോസിറ്റിവിറ്റിയും ക്ലെയിം ചെയ്യുക. ഈവിളൈയിൽ നിന്നും ജലസിയിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പോൾ യു ആർ ഷൈനിങ്, ദാറ്റ്സ് വൈ അതേഴ്സ് റിയാക്ട് എന്ന് മനസ്സിലാക്കുക. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഫോർ ലിസണിങ്.